ഡിയേഴ്സ്, ഞാൻ കോഴിക്കോട് എത്തിയ വിവരെല്ലാവരും അറിഞ്ഞല്ലോ. കാണാത്തവർ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ പോയി കാണണേ. അപ്പം ഞാനും അമ്മയും കൂടെ വെറുതെ ഒന്നൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് പറയാൻ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ഒന്ന് SM സ്ട്രീറ്റ് വരെ പോകാൻ വിചാരിച്ചു. അപ്പോൾ PMT ബസ്സാണ്. ഈ PMT കാണുമ്പോൾ പണ്ടത്തെ നൊസ്റ്റോ ഫീൽ ചെയ്യും. ഞങ്ങൾ എലത്തൂരൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ ബസ്സിലൊക്കെ കയറി, PMT CBT അങ്ങനത്തെ ബസ്സിലൊക്കെ കയറി. അങ്ങനെ അവസാനം SM സ്ട്രീറ്റിലെത്തി. ചെറുങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഹെവി ആയിട്ട് മഴയൊന്നും പെയ്തില്ല. ഞാൻ പേടിച്ചു പിന്നെ, ദൈവമേ മഴ പെയ്താൽ പിന്നെ എല്ലാവരും ഇതൊക്കെ പൂട്ടി ഷട്ടറൊക്കെ പൂട്ടി അങ്ങ് പോവുകയല്ലോ. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒരു പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് പോകാണ്ടേന്. അപ്പോൾ അമ്മയ്ക്കും എന്തൊക്കെ വാങ്ങാണ്ട് എനിക്കും വാങ്ങാണ്ടേന്. പിന്നെ അവിടുന്ന് അതൊക്കെ വാങ്ങി ഈ വടകരയൊന്നും ഈ പച്ച ബസ് കാണാനില്ല. അതൊക്കെ നമ്മളെ കോഴിക്കോടാണല്ലോ അതിന് ഈ പച്ച ബസ്സൊക്കെ കാണാനുണ്ടാവുക. പിന്നെ അങ്ങനെ ബസ്സൊക്കെ കയറിയപ്പോൾ എനിക്ക് ഈ സ്ഥലം എത്തുമ്പോൾ എപ്പോഴും നൊസ്റ്റോ ഫീലാണ്. എപ്പോഴും വരുത്തുണ്ട് ഇങ്ങോട്ട്. എന്നാൽ ഈ കല്യാണം ഉറപ്പിക്കുന്ന മുമ്പേ ഏട്ടൻ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. കല്യാണം ഉറപ്പിക്കുന്ന മുമ്പുള്ള ബർത്ത്ഡേക്ക്. അപ്പോൾ ഇവിടെ പോയിട്ടാണ് കേക്കൊക്കെ മുറിച്ചത്. അപ്പോൾ അത് കാണുമ്പോൾ എപ്പോഴും ഒരു ഫീലാണ്. കല്യാണം ഉറപ്പിക്കുന്ന മുമ്പ് ഒരു വൈബാണല്ലോ. അന്നപ്പോൾ പിന്നെ ബസ്സൊക്കെ കയറി. പിന്നെ അങ്ങനെ ചിക്കൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പീടികയിലൊക്കെ ഒന്ന് പോയി ചിക്കനൊക്കെ വാങ്ങി. അപ്പോൾ അമ്മ ഉണ്ട് കാടമുട്ട് അങ്ങനത്തെ എന്തോ വാങ്ങുന്നുണ്ട്. പിന്നെ നേരെ പച്ചക്കറി വാങ്ങാൻ പോയി. അമ്മയ്ക്ക് എന്തോ ഉള്ളി തക്കാളി അങ്ങനത്തെ എന്തൊക്കെ വാങ്ങണ്ടേന്. അപ്പോൾ അതൊക്കെ വാങ്ങി പോകുന്ന പോക്കിൽ ഈ മാങ്ങ വിൽക്കുന്ന ആളെ കണ്ട്. അപ്പോൾ അവിടുന്ന് മാങ്ങയും വാങ്ങി. ഏട്ടനാണ് എനിക്ക് മാങ്ങ വാങ്ങി തരില്ല, മാങ്ങ തിന്നാൻ പാടില്ല, കെമിക്കൽ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇവിടെ വന്നപ്പോൾ അധികം മാങ്ങ തന്നെയാണ് ഇപ്പോൾ തിന്നുന്നത്. വീട്ടിൽ വന്നാൽ ഫുള്ളും ഫുഡ് അടി തന്നെയാണ്. അപ്പോൾ ആ ഓടിട്ട സ്കൂളിലാണേ അമ്മ പഠിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കോട്ടൊക്കെ ബിൽഡിങ് എടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് ആ വഴി കൂടെയാണ് പോകേണ്ടത്. അപ്പം കുറച്ച് തട്ടുകടയിൽ പീടികയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇങ്ങനെ തിന്നാളെ വിശന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് തിരിച്ച്. അന്നപ്പം പിന്നെ മഴ പെയ്താൽ ഞങ്ങൾ കുടുങ്ങിപ്പോവും. കയ്യിൽ ഫുള്ള് സാധനങ്ങൾ ഉള്ളിയും കാര്യമൊക്കെ ആയിട്ട്. അന്നപ്പം ഇനി നാളെ തിരിച്ച് വടകരയിലേക്ക് പോകണം ആലോചിച്ചിട്ട് ഒരു വിഷമമുണ്ട്. എന്നാലും പോയല്ലേ പറ്റൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.